എല്ലാവർക്കും നമസ്കാരം. തൃപ്പരുന്തുര ഗ്രാമപഞ്ചായത്തിലെ 10ാം വാർഡിൻ്റെ ഗ്രാമസഭയാണ് ഇന്നിവിടെ ആരംഭിക്കുന്നത്. ഈ ഗ്രാമസഭയുടെ അധ്യക്ഷപദം അലങ്കരിക്കുന്നതിനായും യോഗം ഉദ്ഘാടനം ചെയ്യുന്നതിനായും നമ്മുടെ പ്രിയപ്പെട്ട പ്രസിഡന്റായ ശ്രീമതി ആനി മാത്യുവിനെ ഞാൻ ക്ഷണിച്ചുകൊള്ളുന്നു. ബഹുമാനപ്പെട്ട വിശിഷ്ടാതിഥി ബിനു സർ, വത്സമ്മ മാഡം, പ്രിയപ്പെട്ട പ്രിൻസിപ്പൽ ശ്രീമതി ജോളി ടോമി മാഡം, പ്രിയപ്പെട്ട അധ്യാപകരെ, അനധ്യാപകരെ, ഏറ്റവും പ്രിയപ്പെട്ട കുട്ടികളെ, ഗ്രാമസഭയിൽ തിരഞ്ഞെടുക്കപ്പെട്ട സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാർ, ഏറ്റവും പ്രിയപ്പെട്ട ഗ്രാമവാസികളെ, ഏവർക്കും എൻ്റെ വിനീതമായ നമസ്കാരം. തൃപ്പരുന്തുര ഗ്രാമപഞ്ചായത്തിലെ 10ാം വാർഡിൻ്റെ ഗ്രാമസഭയാണ് നാം ഇന്നിവിടെ സമ്മേളിക്കുന്നത്. ഈ പഞ്ചായത്തിൻ്റെ സമഗ്ര വികസനമാണ് പഞ്ചായത്ത് ലക്ഷ്യം വെക്കുന്നത്. രാജ്യപുരോഗതിക്ക് ഗ്രാമങ്ങളുടെ വികസനം വളരെ പ്രധാനപ്പെട്ടതാണ്. ഗ്രാമങ്ങളിൽ വികസനമുണ്ടായാൽ മാത്രമേ രാജ്യത്തിന് വികസനമുണ്ടാവുകയുള്ളൂ. ഗ്രാമസഭകളിലെ ചർച്ചകൾ പലപ്പോഴും വേണ്ടത്ര ഫലപ്രദമല്ലാതായി കാണുന്നു. ഇതിൻ്റെ കാരണങ്ങൾ ജനപങ്കാളിത്തക്കുറവ്, തിരഞ്ഞെടുക്കപ്പെട്ട പ്രതിനിധികൾക്കിടയിലെ അവബോധമില്ലായ്മ, ചർച്ചകളിൽ സ്ത്രീ പുരുഷ വിടവ്, യോഗങ്ങളെക്കുറിച്ചുള്ള വിവരങ്ങൾ പങ്കുവയ്ക്കാത്തത് എന്നിവയാണ്. ഈ പ്രശ്നങ്ങൾ പരിഹരിക്കുവാനും പങ്കാളിത്തം വർദ്ധിപ്പിക്കുവാനും പ്രത്യേക വിഭാഗങ്ങളുടെ പ്രശ്നങ്ങൾ പരിഹരിക്കുവാനും ഗ്രാമസഭകളും ബോധവൽക്കരണ പരിപാടികളും സംഘടിപ്പിക്കാറുണ്ട്. ആയതിനാൽ ഈ പ്രശ്നങ്ങളെല്ലാം പരിഹരിക്കാൻ ഗ്രാമസഭയിലെ എല്ലാ മെമ്പർമാരും പ്രതിനിധികളും രാജ്യ പുരോഗതിക്കായി ഒരുമിച്ച് നിന്ന് പ്രവർത്തിക്കണമെന്ന് ഞാൻ എല്ലാവരെയും ഓർമ്മപ്പെടുത്തുകയാണ്. ഗ്രാമസഭയുടെ സുഗമമായ നടത്തിപ്പിന് എല്ലാവരുടെയും ലാഭേച്ഛ കൂടാതെയുള്ള സഹകരണം പ്രതീക്ഷിച്ചുകൊണ്ട് തൃപ്പരുന്തുര ഗ്രാമപഞ്ചായത്തിലെ 10ാം വാർഡിൻ്റെ ഗ്രാമസഭ ഔദ്യോഗികമായി ഞാൻ ഉദ്ഘാടനം ചെയ്തതായി പ്രഖ്യാപിക്കുന്നു. നന്ദി, നമസ്കാരം. മാഡം, ഇനി അടുത്തതായി നമ്മുടെ യോഗത്തിൻ്റെ ഭദ്രദീപം കൊളുത്തുന്നതിനായി നമ്മുടെ പ്രിയപ്പെട്ട പ്രിൻസിപ്പൽ മാഡം, നമ്മുടെ വിശിഷ്ടാതിഥികളായ വത്സമ്മ മാഡം, ബിനു സാർ, പിന്നെ നമ്മുടെ വാർഡ് മെമ്പറായ ശ്രീമതി നീലിമ നായർ, നമ്മുടെ പ്രസിഡന്റായ ആനി മാത്യു, പിന്നെ ഇവിടെ എത്തിയിരിക്കുന്ന 2 വിശിഷ്ട വ്യക്തികളെയും ഞാൻ ഭദ്രദീപം കൊളുത്തുന്നതിനായി ക്ഷണിച്ചുകൊള്ളുന്നു. സ്വാഗത പ്രസംഗത്തിനായി ബഹുമാനപ്പെട്ട CDS മെമ്പർ ശ്രീമതി സാറ തോമസിനെ ഞാൻ ഈ വേദിയിലേക്ക് ക്ഷണിച്ചുകൊള്ളുന്നു. ബഹുമാനപ്പെട്ട പഞ്ചായത്ത് പ്രസിഡന്റ്, വൈസ് പ്രസിഡന്റ്, സെക്രട്ടറി, വേദിയിലിരിക്കുന്ന മറ്റ് സ്റ്റാൻഡിംഗ് കമ്മിറ്റി മെമ്പേഴ്സ്, ഈ ഗ്രാമസഭയിൽ പങ്കെടുക്കാനെത്തിയിരിക്കുന്ന വിശിഷ്ട വ്യക്തികളെ നമസ്കാരം. ഇന്നീ വേദിയിലെത്തിയിരിക്കുന്ന മാന്യ വ്യക്തികൾക്ക് സ്വാഗതം അറിയിക്കുക എന്ന കർത്തവ്യവുമായാണ് ഞാനിവിടെ എത്തിയിരിക്കുന്നത്.
ആദ്യമായി ഞാൻ സ്വാഗതം ആശംസിക്കുന്നത് പഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീമതി ആനി മാത്യുവിനാണ്. ഈ പഞ്ചായത്തിൻ്റെ സമഗ്ര വികസനത്തിനായി ശ്രീമതി ആനി മാത്യു ചെയ്ത സേവനങ്ങൾ ഈ ഗ്രാമത്തിലുള്ളവർക്ക് മാത്രമല്ല ഈ ജില്ല മുഴുവൻ പ്രസിദ്ധമാണ്. ബഹുമാനപ്പെട്ട പ്രസിഡന്റിനെ ഇവിടെ കൂടിയിരിക്കുന്ന എല്ലാവരുടെയും പേരിൽ ഈ ഗ്രാമസഭയിലേക്ക് ഞാൻ സ്വാഗതം ചെയ്യുന്നു. അടുത്തതായി ഞാൻ സ്വാഗതം ആശംസിക്കുന്നത് വാർഡ് മെമ്പർ ശ്രീമതി നീലിമ നായർക്കാണ്. ബഹുമാനപ്പെട്ട മാഡത്തിനെ ഇവിടെ കൂടിയിരിക്കുന്ന എല്ലാവരുടെയും പേരിൽ ഈ വേദിയിലേക്ക് ഞാൻ സ്വാഗതം ചെയ്തുകൊള്ളുന്നു. അടുത്തതായി എത്രയും ബഹുമാനപ്പെട്ട വൈസ് പ്രസിഡന്റ് ശ്രീ സന്തോഷ് കുമാർ സാറിനെ ബഹുമാനപൂർവ്വം ഈ യോഗത്തിലേക്ക് ക്ഷണിച്ചുകൊള്ളുന്നു. ശേഷം സ്വാഗതം ആശംസിക്കുന്നത് വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർവുമൺ ശ്രീമതി ശരണ്യ രാജുവിനാണ്. വിദ്യാഭ്യാസ മേഖലയിൽ മാഡം നൽകിയ സംഭാവനകൾ എടുത്തു പറയത്തക്കതാണ്. ബഹുമാനപ്പെട്ട മാഡത്തിനെ ഈ യോഗത്തിലേക്ക് സഹർഷം സ്വാഗതം ചെയ്യുന്നു. അടുത്തതായി സ്വാഗതം ആശംസിക്കുന്നത് ധനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ശ്രീ സേതു മാധവൻ സാറിനാണ്. അദ്ദേഹത്തിന് വിദഗ്ധമായ സാമ്പത്തിക നയം ഈ പഞ്ചായത്തിൻ്റെ പുരോഗതിക്ക് വളരെയേറെ പ്രയോജനം നൽകിയിട്ടുണ്ട്. ബഹുമാനപ്പെട്ട സാറിനെ സ്നേഹപൂർവ്വം ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്തോളുന്നു. അടുത്തതായി ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ശ്രീ അരുൺ നീലകണ്ഠൻ സാറിനെ ഇവിടെ കൂടിയിരിക്കുന്ന എല്ലാവരുടെയും പേരിൽ ഞാൻ സ്വാഗതം അറിയിക്കുന്നു. ശേഷം ആരോഗ്യകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർവുമൺ ശ്രീമതി നിത്യ ക്രിസ്തുവിനെ ഏറ്റവും സ്നേഹത്തോടെ ഈ യോഗത്തിലേക്ക് ക്ഷണിച്ചുകൊള്ളുന്നു. അടുത്തതായി സ്വാഗതം ആശംസിക്കുന്നത് നമ്മുടെ പ്രിയപ്പെട്ട സെക്രട്ടറി ശ്രീ ബിജു കുര്യൻ സാറിനാണ്. ബഹുമാനപ്പെട്ട സാറിനെ ഇവിടെ കൂടിയിരിക്കുന്ന എല്ലാവരുടെയും പേരിൽ ഈ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ശേഷം ഈ യോഗത്തിൻ്റെ മിനിറ്റ്സ് തയ്യാറാക്കുന്ന പഞ്ചായത്ത് കോർഡിനേറ്റർ ശ്രീമതി ലയാ സുരേന്ദ്രനെ ഈ ഗ്രാമസഭയിലേക്ക് ഞാൻ ക്ഷണിച്ചുകൊള്ളുന്നു. അടുത്തതായി ഇവിടെ വിവിധ ഡിപ്പാർട്ട്മെൻറ്റ് ഓഫീസേഴ്സ്, ആശാ വർക്കേഴ്സ്, NGO വർക്കേഴ്സ്, SST മെമ്പേഴ്സ്, വിവിധ മേഖലകളിൽ നിന്നുള്ള ഉദ്യോഗസ്ഥരും പ്രവർത്തകരും ഈ ഗ്രാമത്തിലെ 10ാം വാർഡ് നിവാസികളും ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. ഇവർക്കെല്ലാവർക്കും പ്രത്യേകം സ്വാഗതം അറിയിക്കുന്നു. ഒരിക്കൽ കൂടി ഇന്ന് ഈ ഗ്രാമസഭയിൽ പങ്കെടുക്കാൻ എത്തിയിരിക്കുന്ന ഓരോരുത്തർക്കും പ്രത്യേകം സ്വാഗതം അറിയിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. നന്ദി, നമസ്കാരം. ബഹുമാനപ്പെട്ട പഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീമതി ആനി മാത്യു, മറ്റ് സ്റ്റാൻഡിംഗ് കമ്മിറ്റി മെമ്പേഴ്സ്, യോഗത്തിന് സ്വാഗതം അർപ്പിച്ച ബഹുമാനപ്പെട്ട CDS മെമ്പർ ശ്രീമതി സാറാ തോമസ്, യോഗത്തിൻ്റെ റിപ്പോർട്ട് തയ്യാറാക്കുന്ന ബഹുമാനപ്പെട്ട കോർഡിനേറ്റർ ശ്രീമതി ലയാ സുരേന്ദ്രൻ, വിവിധ മേഖലകളിൽ നിന്നും എത്തിയിരിക്കുന്ന വിശിഷ്ടാതിഥികളെ, ഈ വാർഡിലെ ഗ്രാമസഭാ അംഗങ്ങളെ, എല്ലാവർക്കും നമസ്കാരം. പഞ്ചായത്ത് എന്നതൊരു സെമി ഗവൺമെൻറ്റാണ്. സ്വന്തമായി ഫണ്ടും അതിൻ്റെ വിനിയോഗവും പ്രവർത്തന സ്വാതന്ത്ര്യവും ഉണ്ടെങ്കിലും അത് വിനിയോഗിക്കാനുള്ള തീരുമാനങ്ങൾ വ്യക്തി അധിഷ്ഠിതമല്ല. ജനപ്രതിനിധികൾ ചേർന്നുള്ള വ്യക്തമായ ഭരണഘടന ഇതിലുണ്ട്. പഞ്ചായത്തിൻ്റെ വികസനത്തിനും ജനക്ഷേമത്തിനുമുള്ള പദ്ധതികൾ ജനപങ്കാളിത്തത്തോടെ നടപ്പിലാക്കാനുള്ള തീരുമാനങ്ങൾ ഗ്രാമസഭയിൽ പട്ടികപ്പെടുത്തിയിട്ടുണ്ട്. ചുരുക്കി പറഞ്ഞാൽ പഞ്ചായത്തിലെ ജനങ്ങളുമായി നേരിട്ടുള്ള സമ്പർക്കത്തിലൂടെ ആവശ്യങ്ങൾ അറിഞ്ഞ് മുൻഗണനാക്രമത്തിൽ അവർക്ക് ലഭിക്കേണ്ട സഹായങ്ങൾ അർഹതപ്പെട്ടവർക്ക് എത്തിക്കാനും പുതിയ നിർദ്ദേശങ്ങൾ സ്വീകരിക്കാനുമാണ് ഗ്രാമസഭ ലക്ഷ്യം വയ്ക്കുന്നത്. ഗ്രാമസഭ എന്നാൽ ജനാധിപത്യ വ്യവസ്ഥിതിയുടെ സാധാരണ ജനങ്ങൾക്ക് ഭരണത്തിൽ നേരിട്ട് പങ്കാളിത്തം ലഭിക്കുന്ന ഏക സംവിധാനമാണ്. ഗ്രാമസഭ പ്രത്യക്ഷ ജനാധിപത്യ വേദിയാണ്. അധികാര വികേന്ദ്രീകരണം ജനാധിപത്യ വ്യവസ്ഥിതിയുടെ സുപ്രധാന നാഴികക്കല്ലാണ്. അധികാരം ജനങ്ങളിലേക്ക് എത്തിക്കുന്നതിനുള്ള ഉപാധിയാണിത്. അധികാര വികേന്ദ്രീകരണത്തിൻ്റെയും ജനകീയ ആസൂത്രണത്തിൻ്റെയും അടിസ്ഥാനം ജനപങ്കാളിത്തമാണ്. ജനപങ്കാളിത്തം ഉറപ്പാക്കുന്നതിനുള്ള വേദിയാണ് ഗ്രാമസഭകൾ. ഗ്രാമസഭകളുടെ ക്രിയാത്മകമായ പ്രവർത്തനം ഗ്രാമത്തിൻ്റെയും പഞ്ചായത്തിൻ്റെയും പുരോഗതിക്ക് വളരെ പ്രധാനപ്പെട്ടതാണ്. ഇനി അടുത്തതായി ഈ യോഗത്തിന് ആശംസ അറിയിക്കുന്നതിനായി ബഹുമാനപ്പെട്ട വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ശ്രീമതി ശരണ്യ രാജുവിനെ ഞാൻ ഈ വേദിയിലേക്ക് ക്ഷണിച്ചുകൊള്ളുന്നു. ബഹുമാനപ്പെട്ട അധ്യക്ഷ,
വാർഡ് മെമ്പർ, മറ്റ് പ്രതിനിധികൾ, ഗ്രാമസഭയിൽ പങ്കെടുക്കാനെത്തിയ എത്രയും പ്രിയപ്പെട്ട നാട്ടുകാരെ, എല്ലാവർക്കും നമസ്കാരം. ഈ ഗ്രാമസഭയുടെ ഉദ്ദേശം തന്നെ ഗ്രാമത്തിൻ്റെ വികസനമാണ്. പോരായ്മകൾ അറിഞ്ഞു പരിഹരിച്ച് ഈ നാടിനെ നന്മയിലേക്ക് നയിക്കുക എന്ന ഉദ്ദേശത്തിനായാണ് നാം എല്ലാവരും ഇന്ന് ഇവിടെ സന്നിഹിതരായിരിക്കുന്നത്. ആരോഗ്യ വിദ്യാഭ്യാസ രംഗത്ത് ചെയ്യേണ്ട പ്രവർത്തനങ്ങൾ അറിഞ്ഞു ലഭിക്കുന്ന ഫണ്ട് ജനക്ഷേമ തൽപരമായി വിനിയോഗിക്കാൻ കഴിഞ്ഞിട്ടുണ്ട് എന്നത് ഈ നാടിൻ്റെയും ഈ ഗ്രാമസഭയുടെയും നേട്ടമാണ്. ഇനിയും പുരോഗതിയിലേക്കുള്ള പാതയിൽ അധാദൂരം സഞ്ചരിക്കാൻ ഈ ഗ്രാമസഭയ്ക്ക് കരുത്ത് നൽകുന്നതിന് ഞാൻ എൻ്റെ എല്ലാ ആശംസകളും അറിയിക്കുന്നു. നന്ദി, നമസ്കാരം. ഈ സാമ്പത്തിക വർഷത്തിലെ ഒന്നാം ഗ്രാമസഭയിലെ പ്രവർത്തനങ്ങളും തീരുമാനങ്ങളും ബഡ്ജറ്റും അടങ്ങിയ റിപ്പോർട്ട് വായിക്കുന്നതിനായി ബഹുമാനപ്പെട്ട പഞ്ചായത്ത് സെക്രട്ടറി ശ്രീ ബിജു കുര്യനെ ഞാൻ ഈ വേദിയിലേക്ക് ക്ഷണിച്ചുകൊള്ളുന്നു. എല്ലാവർക്കും നമസ്കാരം. 2025-26 ഒന്നാം ഗ്രാമസഭ ജനുവരി 23-ാം തീയതി ഈ വാർഡിൽ നമ്മൾ കൂടിയിരുന്നു. പല വികസന പ്രവർത്തനങ്ങളെപ്പറ്റി നമ്മൾ സംസാരിച്ചിരുന്നു. അതിൽ അധ്യക്ഷയായിരുന്നത് ശ്രീമതി ആനി മാത്യു മാഡമായിരുന്നു. മാത്രമല്ല സ്വാഗത പ്രസംഗം പറഞ്ഞത് സാറാ മാഡവുമായിരുന്നു. അതിൽ 60% സ്ത്രീകളും 40% പുരുഷന്മാരുമാണ് പങ്കെടുത്തിരുന്നത്. നമ്മൾ പല വികസന പ്രവർത്തനങ്ങളെപ്പറ്റി സംസാരിക്കുകയും പല തീരുമാനങ്ങൾ എടുക്കുകയും ചെയ്തു. അതെന്തെന്ന് നമുക്ക് നോക്കാം. തെരുവ് വിളക്കുകൾ, പൊതു ടാപ്പുകൾ, പൊതു ശുചിമുറി സൗകര്യങ്ങൾ, ജലസേവന സൗകര്യങ്ങൾ എവിടെ സ്ഥാപിക്കണം എന്ന് തീരുമാനമായി. വിവിധ സർക്കാർ ക്ഷേമ പദ്ധതികളുടെ ഗുണഭോക്താക്കളെ നിശ്ചയിക്കാനും സാധിച്ചു. ഗ്രാമസഭയിൽ ജനങ്ങളുടെ പങ്കാളിത്തക്കുറവിനെപ്പറ്റി ചർച്ച ചെയ്ത് കൂടുതലായി ജനങ്ങളെ പങ്കെടുപ്പിക്കുവാൻ കാര്യക്ഷമമായ പ്രവർത്തനങ്ങൾ നടത്തുവാനും തീരുമാനമായി. 2025-26 വർഷത്തിലെ വിഭവ സ്രോതസ്സുകളും വകീർത്തിയ ചെലവുകളും താഴെ പറയുന്ന പ്രകാരമാണ്. 2025-26 വർഷത്തിലെ പരിഷ്കരിച്ച ബഡ്ജറ്റ്. ഓപ്പണിംഗ് ബാലൻസ് 70,47,717. നികുതി വരുമാനം 69 ലക്ഷം. അങ്ങനെ ഉണ്ടായ ആകെ തനത് ഫണ്ട് 1,23,87,000. ജനറൽ പർപ്പസ് ഫണ്ട് 1,86,56,000. മറ്റ് റവന്യൂ ഗ്രാൻറ്റുകൾ പദ്ധതി ചെലവുകൾക്ക് 3,10,43,000. ആകെ റവന്യൂ വരവുകൾ 28,96,15,750. നമുക്ക് ആകെ ഉണ്ടായ വരവുകൾ 29,66,15,750. ആകെ റവന്യൂ ചെലവുകൾ 28,94,03,690. ആകെ മൂലധന ചെലവുകൾ 78 ലക്ഷം. അങ്ങനെ അവസാനം നീക്കിയിരിപ്പ് 64,59,777. ഇതായിരുന്നു 2025-26 വർഷത്തിലെ ബഡ്ജറ്റ്. നന്ദി. എല്ലാവർക്കും എൻ്റെ നമസ്കാരം. എൻ്റെ പേര് കൃഷ്ണൻകുട്ടി. ഞാൻ നമ്മുടെ ഗവൺമെൻറ് LP സ്കൂളിലെ ഹെഡ് മാസ്റ്ററാണ്. എൻ്റെ സ്കൂളിൽ ഏകദേശം 115 കുട്ടികൾ പഠിക്കുന്നുണ്ട്. അതിൽ ഒട്ടുമിക്ക കുട്ടികളും പാവപ്പെട്ട കർഷക കുടുംബത്തിൽ നിന്നാണ് വരുന്നത്. ഞങ്ങളുടെ സ്കൂളിൽ കണ്ടുവരുന്ന പ്രശ്നം എന്തെന്ന് വെച്ചാൽ, ഈ 115 കുട്ടികൾക്കും ഒരേ സമയം കളിക്കാൻ സ്കൂളിലെ ഗ്രൗണ്ട് മതിയാവുന്നില്ല. അതായത് അതിൻ്റെ വലിപ്പം കൂട്ടേണ്ടതുണ്ട്. ഗ്രൗണ്ടിൻ്റെ അടുത്തായിട്ട് തന്നെ ഒരു പ്രദേശമുണ്ട്. അത് കുന്നായിട്ട് കിടക്കുകയാണ്. അത് നികത്തിയാൽ ഗ്രൗണ്ടിൻ്റെ വലിപ്പം കൂട്ടാവുന്നതേ ഉള്ളൂ. വേണ്ടത്ര ഗ്രൗണ്ട് സൗകര്യത്തിൻ്റെ കുറവ് കാരണം സ്കൂളിലെ കുട്ടികൾ കിടന്ന് കഷ്ടപ്പെടുകയാണ്. അതായത് ഞങ്ങൾക്ക് എത്രയും വേഗം സഹായം നിങ്ങൾ ചെയ്തു തരേണ്ടതാണ്. ആ കുന്നായിട്ട് കിടക്കുന്ന പ്രദേശം നികത്തി ഗ്രൗണ്ടിന്റെ വലിപ്പം കൂട്ടുന്നതിനെ പറ്റി പഞ്ചായത്ത് തലത്തിൽ ഒരു തീരുമാനമെടുക്കാൻ ഞാൻ അഭ്യർത്ഥിക്കുന്നു. സർ, ഇത് PTC മീറ്റിങ്ങുകളിൽ സംസാരിക്കാറുണ്ടായിരുന്നു? അതെ മാഡം, ഈ പലതവണ PTC മീറ്റിങ്ങുകളിൽ രക്ഷിതാക്കൾ ഇതിനെപ്പറ്റി സംസാരിച്ചിട്ടുണ്ട്. അപ്പം എടുത്ത തീരുമാനമായിരുന്നു ഈ കുന്നായിട്ടുള്ള പ്രദേശം നികത്തി ഗ്രൗണ്ടിന്റെ വലിപ്പം കൂട്ടുക. പക്ഷേ അതിന് പഞ്ചായത്തിന്റെ സഹായം അനിവാര്യമാണ്. തീർച്ചയായും. നന്ദി. നമസ്കാരം സാർ. എൻ്റെ മകനും ഇതേ ഗവൺമെൻറ് വിദ്യാലയത്തിൽ തന്നെയാണ് പഠിക്കുന്നത്. പ്ലേ ഗ്രൗണ്ടിൻ്റെ പ്രശ്നം അവൻ എപ്പോഴും പറയാറുണ്ട്.
കുട്ടികൾ കളിച്ചു വളരുന്ന പ്രായത്തിൽ അവർക്ക് അതിൻ്റെതായ സൗകര്യങ്ങൾ ഒരുക്കി കൊടുക്കുക എന്നത് നമ്മളെപ്പോലുള്ളവരുടെ കടമയല്ലേ? അപ്പോൾ പഞ്ചായത്ത് ഇത് കാര്യമായി തന്നെ ശ്രദ്ധിക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. നന്ദി. ബഹുമാനപ്പെട്ട പഞ്ചായത്ത് അധികൃതരെ, പിന്നെ എന്നെപ്പോലെ ഇവിടെ പ്രശ്നങ്ങൾ സൂചിപ്പിക്കാമെന്ന നാട്ടുകാരെ, നമസ്കാരം. എൻ്റെ പേര് അജയകുമാർ PS. എൻ്റെ വീട് ഇവിടെ പോസ്റ്റ് ഓഫീസിൻ്റെ അടുത്തായിട്ടാണ്. അപ്പം അവിടെ ആയിട്ടൊരു നാൽക്കവലയുണ്ട്. ഈ നാൽക്കവലയത്തിൽ യുവാക്കൾ കൂടി പുകവലിയും പാട്ടും ബഹളവുമായി ഭയങ്കര ശല്യമാണ്. ഇത് എനിക്കും എൻ്റെ നാട്ടുകാർക്കും ശല്യമായി തീർന്നിരിക്കുകയാണ്. അപ്പം പഞ്ചായത്തിൻ്റെ വകയിൽ നിന്ന് ഒരു പരിഹാരം വേണമെന്ന് അഭ്യർത്ഥിക്കുന്നു. പോലീസിനോട് സൂചിപ്പിക്കുന്നതിന് മുൻപ് പഞ്ചായത്തിനോട് സൂചിപ്പിക്കണമെന്ന് തോന്നി. നന്ദി. അജയ്കുമാർ പറഞ്ഞ കാര്യം 100% ശരിയാണ്. ഒന്നാമത്തെ കാര്യം, അതൊരു വിജനമായൊരു സ്ഥലമാണ്. രാത്രി ഒരു 9:30 കഴിയുമ്പോഴത്തേക്കും പലയിടത്തു നിന്നും ചെറുപ്പക്കാർ ബൈക്കിലെത്തും. ലഹരി ഉപയോഗം അതിൻ്റെ കച്ചവടമാണെന്നൊക്കെയാണ് നാട്ടുകാർ പറയുന്നത്. രാത്രി ആയിക്കഴിഞ്ഞാൽ ഞങ്ങൾ അങ്ങോട്ട് പോകാറുമില്ല. അതുകൊണ്ട് പഞ്ചായത്ത് ഇതൊരു സുപ്രധാന വിഷയമായി കണ്ടുകൊണ്ട് ഇത് പരിഹരിക്കണമെന്ന് ഞാൻ അഭ്യർത്ഥിക്കുന്നു. നന്ദി. സാർ നമസ്കാരം. എൻ്റെ പേര് അനിൽകുമാർ. ഞാൻ കർഷകനാണ്. എനിക്ക് ഇദ്ദേഹം പറഞ്ഞതിലൂടെ ഒരു കാര്യം കൂടി ചേർക്കാറുണ്ട്. അതായത് ഞങ്ങളുടെ ചുറ്റുവട്ടത്തെ വഴിവിളക്കുകളൊന്നും പ്രവർത്തിക്കുന്നില്ല. ഇത് കഴിഞ്ഞ പറ്റി സൂചിപ്പിച്ചേന്ന്, പക്ഷെ ഇതൊരു മാറ്റം ഞാൻ പ്രശ്നത്തിന് കാണുന്നില്ല. പക്ഷെ അതുവരെ ഞങ്ങൾക്ക് വെട്ടയില്ലാതെ ജീവിക്കാൻ പറ്റത്തില്ലല്ലോ. സാറിന് ഇത് മനസ്സിലാകത്തില്ലായിരിക്കും. 24 മണിക്കൂറും ഫാൻ്റെ അടി ഇരിക്കുന്ന സാറിൻ്റെ കഷ്ടപ്പാട് ഞങ്ങൾ സാധാരണക്കാർക്ക് പക്ഷെ അതുപോലല്ല സാറേ. കണ്ടാൽ മതിയായിരുന്നു. സാർ നമസ്കാരം. ഞാൻ ശാലിനി, ഈ വാർഡിലെ ആശാ വർക്കറാണ്. ആരോഗ്യരംഗത്ത് ഗവൺമെൻറ്റിൻ്റെ സഹായത്തോടെ നാം പുരോഗതിയുടെ പാതയിലാണ്. പഞ്ചായത്തിൻ്റെ കീഴിലുള്ള ഹെൽത്ത് സെൻ്ററിലൂടെയാണ് പ്രധാനമായിട്ടും ആരോഗ്യരംഗത്തെ സേവനങ്ങൾ ജനങ്ങൾക്ക് ലഭ്യമാകുന്നത്. എല്ലാ മാസവും മീറ്റിംഗ് നടത്തി വേണ്ട നിർദ്ദേശങ്ങൾ കൊടുക്കാറുമുണ്ട്. എന്നാൽ കഴിഞ്ഞ 2 മാസമായിട്ട് ഗർഭിണികൾക്ക് സൗജന്യമായി ലഭിക്കേണ്ട മരുന്നുകളോ പോഷകാഹാരങ്ങളോ ലഭിച്ചിട്ടില്ല. അത് എത്രയും പെട്ടെന്ന് ലഭിച്ചത് നന്നായിരുന്നു. അവർ ഞങ്ങളോടാണ് തിരക്കുന്നത് എന്താ ലഭിക്കാത്തതെന്ന്. പക്ഷേ ഇവിടെ നിന്ന് ഒരു ഇത് കിട്ടാൻ ഞങ്ങൾക്കൊന്നും പറയാൻ പറ്റില്ലല്ലോ. തിരക്കിയിരുന്നു മാഡം, പക്ഷെ ഇവിടെ നിന്ന് ഒരു അറിയിപ്പ് ലഭിച്ചിട്ടില്ലെന്നാണ് പറഞ്ഞത്. മാഡം, നമുക്ക് മരുന്നുകൾ ലഭിച്ചിട്ടുണ്ട്. നമ്മൾ അത് ഉടൻ തന്നെ കൈമാറുന്നതാണ്. താങ്ക് യു. സാർ നമസ്കാരം. എൻ്റെ പേര് അലീന. ഞാൻ ഈ വാർഡിലെ തന്നെ ഒരു താമസക്കാരിയാണ്. ഞങ്ങളുടെ വീടിൻ്റെ പരിസരത്തുള്ള ഓടയിൽ അടുത്തുള്ള ഹോട്ടലിൽ നിന്നും അഴുക്കുവെള്ളം ഒഴുകി വരുന്നുണ്ട്. പക്ഷെ സാർ ഈ ഓട പൊട്ടിക്കിടക്കുവാണ്. അതുകൊണ്ട് തന്നെ ഇതിൻ്റെ പരിസരം മുഴുവൻ വളരെയധികം കൊതുകുകളാണ്. ഈ കൊതുകിൻ്റെ എണ്ണം വളരെ കൂടുതലായതുകൊണ്ട് തന്നെ ഇത് ഞങ്ങളെപ്പോലെ അവിടെയുള്ള നാട്ടുകാർക്ക് വളരെയധികം ബുദ്ധിമുട്ടുണ്ടാക്കുന്നുണ്ട്. അതുകൊണ്ട് അതിന് പഞ്ചായത്ത് ഉടനെ ഒരു പരിഹാരം കണ്ടെത്തണമെന്ന് ഞാൻ അഭ്യർത്ഥിക്കുന്നു. എൻ്റെ പേര് പ്രമോദ്. ഞാനും ഈ വാർഡിലെ ഒരു അംഗമാണ്. സാർ സത്യം പറയാമല്ലോ, ഇപ്പോൾ വെളിയിലോട്ട് ഇറങ്ങി നടക്കാൻ പറ്റാത്ത അവസ്ഥയാണ്. എവിടെ നോക്കിയാലും തെരുവ് നായ്ക്കളാണ് സാർ. ഇപ്പോൾ മാർക്കറ്റിൽ പച്ചക്കറി മേടിക്കാൻ പോവുകയാണെങ്കിലും ഇനി കുട്ടികളെ സ്കൂളിലോട്ട് വിടാൻ തന്നെയാണെങ്കിലും പേടിയാണ് സാർ. ഏത് നായ്ക്ക് പേയുണ്ട് പേയില്ല എന്നൊന്നും നമുക്കറിയത്തില്ലല്ലോ. ഇത് ഞാൻ പഞ്ചായത്തിൽ നേരത്തെ ഉന്നയിച്ചതാണ്. അപ്പോൾ പഞ്ചായത്ത് ഏതോ വന്ധീകരണം മുതലായ പദ്ധതികളുടെ കാര്യം പറഞ്ഞിരുന്നു. അത് നടത്തിയതിൻ്റെയൊക്കെ ഇവിടെ തെരുവിൽ മൊത്തം കാണാനുമുണ്ട്. എന്നിരുന്നാലും പഞ്ചായത്ത് ഇത് ഗൗരവതരമായ ഒരു പ്രശ്നമായി കണ്ട് അടിയന്തരമായി ഒരു നടപടി സ്വീകരിക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. നന്ദി. എൻ്റെ പൊന്ന് സാറേ, ഈ പട്ടിയെ പേടിച്ച് ജീവിക്കാൻ പറ്റാത്ത അവസ്ഥ. കഴിഞ്ഞ ദിവസം തിരുവനന്തപുരത്ത് രാവിലെ നടക്കാൻ പോയ 5 പേരെ പട്ടി കടിച്ചത്. അതോ പേപ്പട്ടി. സുപ്രീം കോടതിൻ്റെ ഉത്തരവൊക്കെ വന്നിട്ടുണ്ട്. നടന്നാ കൊള്ളാം. നമസ്കാരം സാർ. എൻ്റെ പേര് ജോസഫ് തോമസ്. കഴിഞ്ഞ 20 വർഷമായി UK ജോലി ചെയ്യുകയാണ്. ഇപ്പോൾ ഈ വാർഡിൽ തന്നെ 5 ഏക്കർ സ്ഥലം വാങ്ങിച്ച് അവിടെ സമ്മിശ്ര കൃഷി ചെയ്തു വരികയാണ്. കഴിഞ്ഞ 6 മാസമായി നാം നേടുന്ന കാട്ടുപന്നി ശല്യം ഏറ്റവും കൂടുതൽ ബാധിച്ചിരിക്കുന്നത് കൃഷിയെയും കർഷകരെയുമാണ്.
പകൽ സമയങ്ങളിൽ ശക്തമായ ശബ്ദവും മറ്റും ഉപയോഗിച്ച് കാട്ടുപന്നികളെ ഓടിക്കാമെങ്കിലും രാത്രി കാലങ്ങളിൽ അത് സാധ്യമല്ല. ഇപ്പോൾ തന്നെ പല കൃഷിക്കാരും കൃഷി നിർത്തിവെച്ചിരിക്കുന്ന അവസ്ഥയാണ്. ഈ സാഹചര്യം ഇങ്ങനെ തന്നെ മുന്നോട്ട് പോവുകയാണെങ്കിൽ ഞാൻ അടക്കമുള്ള പല കൃഷിക്കാരും കൃഷി നിർത്തിവെക്കുകയും മറ്റു വരുമാന മാർഗമില്ലാത്ത അവസ്ഥ ഉണ്ടാകുകയും ചെയ്യും. മാത്രമല്ല, ജനവാസ മേഖലയിൽ ഇറങ്ങുന്ന കാട്ടുപന്നികളെ കൊല്ലാൻ നിയമം പാസ്സായപ്പോൾ പഞ്ചായത്ത് പ്രസിഡന്റ് നേരിട്ട് കത്തയച്ചതാണ്. പക്ഷേ മറുപടി ഒന്നും ഉണ്ടായില്ല. കത്ത് കിട്ടിയിട്ടില്ല, അതിനെപ്പറ്റി അന്വേഷിക്കുന്നതായിരിക്കും. ശരി. ഇതിന്റെ ഗൗരവം മനസ്സിലാക്കി പഞ്ചായത്ത് എത്രയും പെട്ടെന്ന് വനം കൃഷി വകുപ്പുകളുമായി ചർച്ച ചെയ്ത് ഒരു തീരുമാനത്തിൽ എത്തിച്ചേരുമെന്ന് വിശ്വസിക്കുന്നു. നന്ദി. നമസ്കാരം സാർ. ഞാനും അദ്ദേഹം പറഞ്ഞ കൃഷിയിടത്തിൽ ജോലി ചെയ്തിരുന്ന ഒരു കർഷകനായിരുന്നു. കൃഷിയിടത്തിലെ പന്നിശല്യം കാരണം കൃഷി നിർത്തി ഞാനിപ്പോൾ ഇവിടെ അടുത്തുള്ളൊരു ഹോട്ടലിലാണ് ജോലി ചെയ്യുന്നത്. കൃഷിക്കാരന് എന്ത് വിലയുണ്ട്? കൃഷിഭവൻ വിത്തും വളമൊക്കെ തരുന്നുണ്ടെങ്കിലും കൃഷിയെ രക്ഷിക്കാൻ പറ്റുന്നില്ല. എത്രയും പെട്ടെന്ന് തന്നെ പഞ്ചായത്ത് ഇതിനൊരു പരിഹാരം കണ്ടെത്തിയില്ലെങ്കിൽ അദ്ദേഹം പറഞ്ഞതുപോലെ തന്നെ ഞങ്ങളെപ്പോലെയുള്ള കർഷകർ ഉറപ്പായും കൃഷി നിർത്തുക തന്നെ ചെയ്യും. അതുകൊണ്ട് പഞ്ചായത്ത് ഇതിന് ഒരു പരിഹാരം കണ്ടെത്തണമെന്ന് ഞാൻ അഭ്യർത്ഥിക്കുന്നു. നന്ദി. നമസ്കാരം സാർ, എൻ്റെ പേര് ഇസ്മായിൽ. ഞാൻ ഈ വാർഡിലെ തന്നെ ഒരു അംഗമാണ്. എനിക്കിന്നിവിടെ പറയാനുള്ളത് എന്തെന്ന് വെച്ചാൽ, എൻ്റെ വീടിൻ്റെ അപ്പുറത്ത് എന്ന് വെച്ചാൽ എൻ്റെ അയൽപക്കത്ത് അടച്ചുറപ്പുള്ള വീടില്ലാത്ത ഒരു കുടുംബമുണ്ട്. ഗോപിനാഥൻ എന്നാണ് അടുത്ത ഗൃഹനാഥൻ്റെ പേര്. മാഷിന് അറിയായിരിക്കുമല്ലോ അല്ലേ? അദ്ദേഹം കുറച്ചേറെ നാളുകളായി ഇപ്പോൾ ക്യാൻസർ രോഗബാധിതനായി കിടപ്പിലാണ്. അദ്ദേഹത്തിന്റെ ഭാര്യ പല വീടുകളിലും പോയി വീട്ടുജോലി ചെയ്താണ് സാർ അവർ നിത്യവൃത്തി കഴിയുന്നത്. സങ്കടകരമായുള്ള കാര്യം എന്തെന്ന് വെച്ചാൽ, അവർക്ക് 10ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു പെൺകുട്ടിയുണ്ട്. ഇടിഞ്ഞു പൊളിഞ്ഞ് വീടാറായ വീട്ടിൽ അവർ ടാർപ്പാളും കെട്ടിയാണ് താമസിക്കുന്നത്. അപ്പോൾ പഞ്ചായത്ത് എത്രയും പെട്ടെന്ന് പഞ്ചായത്തിന്റെ ലൈഫ് പദ്ധതിയിൽ ഇവർക്കൊരു വീട് ഉൾപ്പെടുത്തി കൊടുക്കണമെന്നും പറ്റുന്നത്ര ധനസഹായം ചെയ്യണമെന്നും ഞാൻ അപേക്ഷിക്കുന്നു. ഇത് ഞാൻ നേരത്തെ ഇവിടെ പറഞ്ഞൊരു പ്രശ്നമാണ്, പക്ഷേ ഇതുവരെ നടപടിയൊന്നും ഉണ്ടായി കണ്ടിട്ടില്ല. കഴിഞ്ഞ ലൈഫ് പദ്ധതിയിൽ ഗോപിനാഥന്റെ കാര്യം ഉൾപ്പെടുത്തുന്ന കാര്യം സെക്രട്ടറിയോട് പറഞ്ഞതായിരുന്നു. അതെ സാർ, മുൻഗണനാ ക്രമത്തിൽ ഒരു തടസ്സം വന്നതുകൊണ്ടാണ് ഇങ്ങനെ ഉണ്ടായത്. എത്രയും പെട്ടെന്ന് ചെയ്യണം സാർ. നന്ദി. ഇപ്പോഴും നമ്മുടെ ഗ്രാമത്തിൽ വീടില്ലാത്തവരുണ്ടോ? ഉണ്ട് സുഹൃത്തെ, ഉണ്ട്, ഇപ്പോഴും ഉണ്ട്. കഷ്ടം തന്നെ. സാർ നമസ്കാരം. എൻ്റെ പേര് ജോബ് കുര്യൻ. ഞാൻ ഈ വാർഡിൽ താമസിക്കുന്ന ഒരു സാധാരണക്കാരനായ വ്യക്തിയാണ്. ഞങ്ങൾ നേരിടുന്ന പ്രധാന പ്രശ്നം സാർ കുടിവെള്ളമില്ല എന്നാണ്. വേനൽക്കാലമായാൽ അതികഠിനമായ ശുദ്ധജലക്ഷാമമാണ് ഇവിടെ അനുഭവപ്പെടുന്നത്. ചില സമയങ്ങളിൽ ജലത്തിനു വേണ്ടി അടിവരം ഉണ്ടാറുണ്ട്. ശരി ഇസ്മായിൽ. എന്റെ പൊന്ന് സാറിന് 4 കുടമാണ് കഴിഞ്ഞ ദിവസം ചളിപ്പ്, അതും പുതിയ കുടമേ. അതുപോലെ തന്നെ പൈപ്പ് വെക്കാനായി നിങ്ങൾ റോഡ് ഒഴിച്ചു. ഇപ്പൊ റോഡും ഇല്ല, പൈപ്പും ഇല്ല. കണ്ടോ സാർ, ഇത് ഇപ്പൊ വന്ന് കുടവും ഇല്ല, വെള്ളവും ഇല്ല. ഇതെന്താണ്? ഏതാണ്ട് 150ഓളം വീട്ടുകാർ ഇവിടെ താമസിക്കുന്നുണ്ട്. പഞ്ചായത്തിൽ നിന്നും ജലം ലഭിക്കുന്നുണ്ട്, പക്ഷെ ഇത് പൂർണ്ണമായി ആവശ്യത്തിന് തികയാതെ വരുന്നു. ആയതിനാൽ പഞ്ചായത്ത് വിഷയത്തിൽ കൂടുതൽ ശ്രദ്ധ പുലർത്തണമെന്ന് ഞാൻ അപേക്ഷിക്കുന്നു. സുഹൃത്തെ, ജലപദ്ധതിയുടെ ഭാഗമായി കുറെ പൈപ്പ് ലൈനുകൾ സ്ഥാപിച്ചായിരുന്നല്ലോ സാർ. പദ്ധതി ഉണ്ട്, പൈപ്പ് ലൈൻ ഉണ്ട്, പക്ഷെ ആൾക്കാർ വയ്ക്കുന്നത് എന്തിനാ വെച്ചാൽ വെള്ളം വരാത്ത പദ്ധതി എടുത്തിട്ട് അവർ എന്ത് ചെയ്യാനെന്ന്. സുഹൃത്തെ, അത് പൈപ്പ് ലൈനിൽ ചോർച്ച സംഭവിച്ചതായിരിക്കാം, നമ്മളത് പരിഹരിക്കുന്നതായിരിക്കും. പെട്ടെന്നാക്കിയാൽ കൊള്ളായിരുന്നു. നമസ്കാരം സാർ, എൻ്റെ പേര് ദിനേശൻ. സാറേ, സത്യം പറയാലോ, മാർക്കറ്റിൽ നിന്ന് വന്നിപ്പോൾ പച്ചക്കറി മേടിച്ച് കഴിക്കാൻ പറ്റാത്ത അവസ്ഥയാണ്. മൊത്തം വിഷമാണ് സാർ. ഈ വിഷമുള്ള പച്ചക്കറികളെല്ലാം അങ്ങ് തമിഴ്നാട്ടിൽ നിന്ന് കൊണ്ടുവരുന്നതാണ്. അത് കഴിച്ച് ഒരുപാട് പേർ ആരോഗ്യപ്രശ്നം നേരിടുന്നവരുണ്ട്. ശരിയല്ല ഞാൻ പറഞ്ഞത്? എന്നാൽ കൃഷി ഉപജീവനമാർഗമാക്കിയ ഒരുപാട് കർഷകർ നമ്മുടെ പഞ്ചായത്തിലുമുണ്ട്. അവരിൽ നിന്നും പച്ചക്കറികൾ സംഭരിക്കുന്ന രീതിയും വിപണിയും ഒരുക്കുകയാണെങ്കിൽ നന്നായിരിക്കും. എല്ലാവർക്കും നമസ്കാരം. എൻ്റെ പേര് ഷോയിമോൻ. ഞാനും ഈ വാർഡിലെ അംഗമാണ്. എൻ്റെ വീടിൻ്റെ അടുത്തുള്ള ബുധനോയിൽ നിന്നും നിരണം വയള റോഡിൻ്റെ അവസ്ഥ വളരെ ശോചനീയമാണ്. മഴക്കാലമായാൽ ഇത് റോഡാണോ തോടാണോ എന്ന് പോലും അറിയാൻ സാധിക്കാത്ത അവസ്ഥയാണ്. അത്രയ്ക്ക് ദുഷ്കരമാണ് ഈ വഴിയുള്ള യാത്ര. എന്നെപ്പോലെ ഈ ഭാഗത്ത് താമസിക്കുന്ന പല ജനങ്ങളുടെയും വാഹനങ്ങൾ റോഡിലെ കുണ്ടും കുയിലും പെട്ട് കേടാവാറുണ്ട്. അത് നന്നാക്കാനായി ഞങ്ങൾക്ക് വളരെയധികം പണം ചെലവാകുന്നുണ്ട്. ഈ റോഡിൻ്റെ അവസ്ഥ ഇത്രയ്ക്ക് മോശമായിട്ട് കാലം കുറയായി. എന്നാൽ ഇതുവരെ പഞ്ചായത്ത് നന്നാക്കുന്നതിൽ ഒരു തീരുമാനം നടത്തിയിട്ടില്ല. എന്നാൽ അധികാരികൾ സഞ്ചരിക്കുന്ന പല റോഡുകളും വളരെ വേഗം അറ്റകുറ്റപ്പണി തീർക്കാറുണ്ട്. സാറേ, ഈ റോഡ് കാരണം ഞങ്ങളെപ്പോലുള്ള പാവം ജനങ്ങൾ ഒരുപാട് കഷ്ടപ്പെടുന്നുണ്ട്. ഞങ്ങൾക്കൊരു ആപത്ത് വന്നാൽ പോലും വാഹനങ്ങൾ ഈ വഴി വരാൻ വിസമ്മതിക്കുന്നു. ഈ ഒരു അവസ്ഥയിൽ ഞങ്ങൾ എന്ത് ചെയ്യണം സാർ? സുഹൃത്തെ, വലിയ വലിയ റോഡുകൾ ഉണ്ടാക്കാനുള്ള ഫണ്ട് പഞ്ചായത്തിന് ലഭിക്കാറില്ല. അതുകൊണ്ടാണ് ഇങ്ങനെ ഒരു പ്രശ്നമുണ്ടായത്. സർ, ഞാനൊരു കാര്യം പറഞ്ഞോട്ടെ.
റോഡ് നന്നാക്കാൻ പഞ്ചായത്തിൻ്റെ ആസ്തിയിലും പൈസ ഉണ്ടെന്നൊക്കെ ഞങ്ങൾക്കറിയാം. എൻ്റെ വീടിൻ്റെ തൊട്ടപ്പുറത്തുള്ള പഴയ പഞ്ചായത്ത് മെമ്പറിൻ്റെ വീട്ടിലേക്കുള്ള റോഡ് ഈ കഴിഞ്ഞടുത്താണ് നന്നാക്കിയത്. കണ്ടില്ലേ സാർ, ഇത് തന്നെയാണ് പറഞ്ഞത്. റോഡ് മുഴുവനായി നന്നാക്കാൻ സാധിച്ചില്ലെങ്കിലും കുഴികളെങ്കിലും അടച്ചാൽ നന്നായിരിക്കും. നമസ്കാരം സാർ, ഞാൻ ഗൗരി. ഈ പഞ്ചായത്തിലെ ഒരു വീട്ടമ്മയാണ്. ഇവിടെ മാലിന്യങ്ങൾ വഴിയരികിൽ വലിച്ചെറിയുന്നത് ഒരു സാധാരണ സംഭവമായിരിക്കുന്നു. രാത്രികാലങ്ങളിൽ പോലും വഴിയിലും പുഴയിലുമെല്ലാം ആളുകൾ മാലിന്യം വലിച്ചെറിയുകയാണ് സാർ. ചിലവരൊക്കെ സ്വന്തം വീടിനെ വൃത്തിയാക്കാൻ നാടിനെ വരെ നശിപ്പിക്കുകയാണ്. അതുമാത്രമല്ല, ഇറച്ചിവിട്ട് കടകളിലെ മാലിന്യങ്ങൾ പോലും വഴിയരികിൽ വലിച്ചെറിയുന്ന ആളുകളെ ഞാൻ കണ്ടിട്ടുണ്ട്. ഹരിതകർമ്മസേനയുടെ പ്രവർത്തനങ്ങളൊക്കെ ഉണ്ടെങ്കിലും ആളുകൾ ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ നമുക്ക് എങ്ങനെ പ്രതികരിക്കാതിരിക്കാൻ കഴിയും? ഇതിനൊരു പരിഹാരം കണ്ടേ പറ്റൂ. നമസ്കാരം സാർ, എൻ്റെ പേര് ദിവ്യ. വീടിന് മുമ്പിലുള്ള വഴിയിടങ്ങളിലും കൃഷിയിടങ്ങളിലും എന്തിനേറെ പറയണം, ആൾമറയില്ലാതെ കിടക്കുന്ന കിണറുകളിൽ പോലും ആളുകൾ മാലിന്യം വലിച്ചെറിയാറുണ്ട്. ഏറ്റവും കൂടുതൽ മാലിന്യം കാണപ്പെടുന്ന സ്ഥലങ്ങളിൽ ക്യാമറകൾ വെക്കുകയും ഫൈൻ ഈടാക്കുകയും ചെയ്യുന്നത് എന്തുകൊണ്ടും നല്ലൊരു കാര്യമായിരിക്കും. അതുപോലെ തന്നെ മറ്റൊരു കാര്യമാണ്, ഹരിതകർമ്മസേന പ്ലാസ്റ്റിക് മാലിന്യം ശേഖരിക്കാൻ വീടുകളിൽ വരുമ്പോൾ അതവർക്ക് നൽകാത്തവരുമുണ്ട്. 50 രൂപ ഇവർക്ക് കൊടുക്കാൻ മടിയായതുകൊണ്ട് തന്നെ ഇതൊക്കെ കളയാൻ സ്വന്തം വാഹനത്തിൽ രാത്രിയിൽ പോകുന്നവർ നമ്മുടെ പഞ്ചായത്തിലുണ്ടല്ലോ. ഇതൊക്കെ പഞ്ചായത്ത് ശ്രദ്ധിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു. നന്ദി. നമസ്കാരം സാർ, എൻ്റെ പേര് കാർത്തിക. ഞാൻ ഈ വാർഡിലെ ഒരു താമസക്കാരിയാണ്. എൻ്റെ അയൽവക്കത്ത് വികലാംഗനായ ഒരു ലോട്ടറി വിൽപ്പനക്കാരനുണ്ട്. അദ്ദേഹത്തിൻ്റെ ഒരു കാലിന് സ്വാധീനം തീരെ കുറവാണ്. അദ്ദേഹത്തിന് സഞ്ചരിക്കുവാൻ പറ്റുന്ന വിധത്തിലുള്ള ഒരു വാഹനം നൽകിയിരുന്നെങ്കിൽ വളരെ നന്നായിരുന്നു. ആ പാവം രാവിലെ വൈകുന്നേരവും ഒരുപാട് നടന്ന് കഷ്ടപ്പെടുന്നത് തന്നെ ദയനീയമാണ്. അതിനാൽ ഇതിനായി എന്തെങ്കിലും ഒരു തീരുമാനം എടുക്കണമെന്ന് ഞാൻ അഭ്യർത്ഥിക്കുന്നു. അംഗവൈകല്യമുള്ളവർക്ക് ട്രൈസൈക്കിൾ, സ്കൂട്ടർ എന്നിവ ലഭിക്കുന്നതിന് പദ്ധതിയുണ്ട്. അപ്പം അദ്ദേഹം അപേക്ഷിച്ചിട്ടുണ്ടാവില്ല. അപ്പം അദ്ദേഹത്തിനോട് എത്രയും വേഗം പഞ്ചായത്തിൽ ഒരു അപേക്ഷ നൽകാൻ പറയും. നന്ദി. നമസ്കാരം, എൻ്റെ പേര് മായ. കുടുംബശ്രീയുടെ ഭാഗമായി ഉൽപ്പന്നങ്ങൾ വീട്ടുപടിക്കലെത്തുന്ന ഹോം ഷോപ്പ് പദ്ധതി മലപ്പുറം ജില്ലയിലൊക്കെ സജീവമാണ്. ഈ പദ്ധതി നമ്മുടെ പഞ്ചായത്തിൽ നടപ്പിലാക്കിയാൽ മായമില്ലാത്ത ഉൽപ്പന്നങ്ങൾ ലഭിക്കുവാനും പാവപ്പെട്ട സ്ത്രീകൾക്ക് ഒരു വരുമാന മാർഗം ഉണ്ടാക്കാനും സാധിക്കും. ഇതുകൂടെ ഉൾപ്പെടുത്തിയാൽ നന്നായിരിക്കും. എൻ്റെ പൊന്ന് സാറേ, ഹോം ഷോപ്പ് ഞങ്ങളും തുടങ്ങിയതാ. പക്ഷെ പഞ്ചായത്തിന്റെ വേണ്ട സഹായം കിട്ടാത്തത് കാരണം വൻ പരാജയമായിരുന്നു. ഹോം ഷോപ്പിൽ ആശയൊക്കെ നല്ലതാ, പക്ഷെ വന്ന ആളുകളെല്ലാം മാളിലും സൂപ്പർ മാർക്കറ്റിലും എല്ലാം പോയി സാധനം വാങ്ങുന്നതുകൊണ്ട് മുടക്കേണ്ട പാതി പോലും കിട്ടുന്നില്ല. അതുകൊണ്ട് പഞ്ചായത്തിന്റെ കൂടെ സഹകരണം കിട്ടുമായിരുന്നേ നന്നായിരുന്നു. ഹോം ഷോപ്പിയുടെ കാര്യമല്ലേ, അത് വീണ്ടും ആരംഭിക്കുന്നതിനെ പറ്റി നമ്മൾ ആലോചിക്കുന്നതാണ്. നന്ദി. നമസ്കാരം സാർ, എൻ്റെ പേര് മുരളി. ഞാൻ പട്ടികജാതിയിൽപ്പെട്ട ഒരു വ്യക്തിയാണ്. നമ്മുടെ ഈ വാർഡിൽ പട്ടികജാതിയിൽപ്പെട്ട പല സ്കൂൾ വിദ്യാർത്ഥികളുണ്ട്. അവർക്കൊക്കെ സ്റ്റൈഫൻഡ് കിട്ടുന്നതിന് വേണ്ടി ജാതി സർട്ടിഫിക്കറ്റിനായിട്ട് വില്ലേജ് ഓഫീസറെ സമീപിക്കുമ്പോൾ വില്ലേജ് ഓഫീസർ അവധിയിലാണ്, ജനന സർട്ടിഫിക്കറ്റായിട്ട് വരൂ, ഇങ്ങനെ പല കാരണങ്ങൾ പറഞ്ഞ് മടക്കി അയക്കുകയാണ് പതിവ്. ഇതിങ്ങനെ പല പ്രാവശ്യമായി. കുട്ടികൾക്കാണെ സ്റ്റൈഫൻഡും കിട്ടുന്നില്ല. അതുകൊണ്ട് ഈ പ്രശ്നം ഒരു സുപ്രധാന കാര്യമായിട്ട് എടുത്ത് പെട്ടെന്ന് പരിഹരിക്കണം. സുഹൃത്തെ, വില്ലേജ് ഓഫീസർ ലീവാന്ന് പറഞ്ഞ് ശരിയാണ്. അദ്ദേഹം വന്നാൽ ഉടൻ നമ്മൾ പരിഹരിക്കുന്നതായിരിക്കും. വില്ലേജ് ഓഫീസർ ഇത്ര നാളായിട്ട് അവധിയാണെങ്കിൽ അതിന് പകരം ഒരാളെ വെക്കുന്നത് നല്ല കാര്യമായിരിക്കും. നടന്നാ കൊള്ളാം. മഹാത്മാഗാന്ധി ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി ആവിഷ്കരിച്ചത് ജനങ്ങളിൽ ഒരുപാട് മെച്ചപ്പെട്ടിട്ടുണ്ട്. അത് സ്ത്രീകൾക്കാണെങ്കിൽ പോലും ചെറിയ രീതിയിൽ സഹായവും ആവുന്നുണ്ട്. പക്ഷേ ഇതിലെ പ്രശ്നം എന്തെന്ന് വെച്ചാൽ സമയക്രമത്തിൽ എല്ലാവർക്കും പരാതിയുണ്ട്. ഓരോരുത്തർക്കും നൽകിയ ജോലി കഴിഞ്ഞാൽ പോലും വൈകുന്നേരം 5 മണി വരെ അവിടെ കിടന്നും ഇരുന്നും എല്ലാവരും സമയം കളയുക. അത് വീട്ടമ്മമാർക്കാണ് വളരെ ബുദ്ധിമുട്ടും. സ്കൂൾ വിട്ട് വരുന്ന കുട്ടികളെ ഒന്ന് ശ്രദ്ധിക്കാനോ അവരുടെ മാതാപിതാക്കളെ ഒന്ന് പരിചരിക്കാനോ അവർക്ക് പറ്റുന്നില്ല. അതുപോലെ സമയം 4 മണി വരെ ചുരുക്കുകയാണെങ്കിൽ അത് അവർക്ക് വളരെ സഹായകരമാകും. 8 മണിക്കൂർ ജോലിയുമില്ല, അതിനുള്ള വേതനവുമില്ല.
സുഹൃത്തെ, ഇത് കേന്ദ്ര സർക്കാർ നേരിട്ട് നടത്തുന്ന ഒരു പ്രോജക്റ്റാണ്. അപ്പം പഞ്ചായത്തിന് ഇതിനൊന്നും ചെയ്യാൻ പറ്റുകയില്ല. അവിടുന്ന് നിർദ്ദേശങ്ങൾ വന്നാൽ മാത്രമേ നമുക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റുകയുള്ളൂ. ശരി മാഡം. എല്ലാവർക്കും നമസ്കാരം. ശ്രീ കൃഷ്ണൻകുട്ടി സാർ ഉന്നയിച്ച ഒരു വിഷയമാണ് നമ്മുടെ ഗവൺമെൻറ് UP സ്കൂളിൽ ഗ്രൗണ്ടിൻ്റെ വലിപ്പം ചെറുതാണ് എന്നത്. അദ്ദേഹം പറഞ്ഞതനുസരിച്ചാണെങ്കിൽ സ്കൂളിനടുത്തായി ഒരു കുന്നുപോലുള്ള പ്രദേശമുണ്ട്, അല്ലേ സാർ? അതെ, ശരിയാണ് മാഡം. സ്കൂളിനടുത്തായി ഒരു കുന്നുപോലുള്ള പ്രദേശമുണ്ട്. അവിടെ ആ സ്ഥലം സജ്ജമാക്കിയാൽ ഗ്രൗണ്ടിലുള്ള ഒരു ഭാഗമാക്കാൻ പറ്റും. അപ്പോൾ അതിനായുള്ള ഉദ്യോഗസ്ഥരെ ഉടൻ തന്നെ അങ്ങോട്ട് വിട്ട് ഒരു റിപ്പോർട്ട് തയ്യാറാക്കി നമ്മുടെ സെക്രട്ടറി സാറിന് സമർപ്പിക്കുന്നതായിരിക്കും. പിന്നീട് നമ്മുടെ സ്വന്തം നാട്ടുകാരനായ ശ്രീ പ്രമോദ് സാർ ഉന്നയിച്ച ഒരു വിഷയമുണ്ട്. അദ്ദേഹം പറഞ്ഞത് നായശല്യം എന്ന പ്രശ്നത്തെക്കുറിച്ചാണ്. നായശല്യം എന്ന പ്രശ്നം കേവലം നമ്മുടെ പഞ്ചായത്തിലെയോ അതോ കേരളത്തിലെ മറ്റു പഞ്ചായത്തുകളിലെയോ മാത്രമുള്ള ഒരു പ്രശ്നമല്ല എന്ന കാര്യം നമുക്കെല്ലാവർക്കും അറിയാം. ഈ അടുത്ത് സുപ്രീം കോടതിയുടെ ഒരു വിധി വന്ന കാര്യം നിങ്ങളെല്ലാവരും ന്യൂസിൽ കണ്ടു കാണുമല്ലോ. അതിൽ പറയുന്നത് അലഞ്ഞു തിരിഞ്ഞ് നടക്കുന്ന നായ്ക്കളെ വന്ധീകരണം ചെയ്യാനും മാത്രമല്ല ഷെൽട്ടർ ഹോമിൽ അടയ്ക്കാനുമാണ്. അതിൻ്റെ ചാർജ് തദ്ദേശ സ്വയംഭരണ വകുപ്പിനാണുള്ളത്. അത് ഉടൻ തന്നെ ഇങ്ങോട്ട് വരുമ്പോൾ ചെയ്യുന്നതായിരിക്കും. മാഡം, ഇക്കഴിഞ്ഞ ദിവസമാണ് ഒരു 4 വയസ്സുകാരനുൾപ്പെടെ 10 പേരെ എറണാകുളത്ത് വെച്ച് തെരുവ് നായ ആക്രമിച്ചത്. ഇതൊന്നും നിങ്ങൾ അറിയുന്നില്ലേ? സാർ, അത് എറണാകുളത്തെ കാര്യമല്ലേ? ഈ പഞ്ചായത്തിൻ്റെ അധീനതയിലുള്ള കാര്യങ്ങൾ പറയും. ശരി, നമ്മുടെ പഞ്ചായത്തിലല്ലേ പോട്ടെ. ഇക്കഴിഞ്ഞ ദിവസമല്ലേ നമ്മുടെ വാർഡിലെ ഒരു പത്രം വിതരണം ചെയ്യാൻ പോകുന്ന ചെറുപ്പക്കാരനെ ആ സമയത്ത് തെരുവ് നായ ആക്രമിച്ചത്? അതെ മാഡം, എന്റെ സുഹൃത്ത് ഷഫീഖിനെയാണ് അപ്പോൾ നായ ആക്രമിച്ചത്. സുഹൃത്തെ, അത് ഉടൻ തന്നെ പഞ്ചായത്തിൻ്റെ പരിധിയിൽ നോക്കുന്നതായിരിക്കും. മാത്രമല്ല നമ്മൾ ശ്രദ്ധിക്കേണ്ട കുറേ കാര്യങ്ങളുമുണ്ട്. എന്തെന്നാൽ ഭക്ഷണ അവശിഷ്ടങ്ങൾ വഴിയിൽ നിക്ഷേപിക്കുന്നത് നമ്മൾ കണ്ടുവരുന്നുണ്ട്. അത് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു വിഷയമാണ്. ഭക്ഷണ അവശിഷ്ടങ്ങൾ എവിടെയുണ്ടോ അവിടെ നായ്ക്കൾ വരും. അത് നമ്മൾ ശ്രദ്ധിക്കണം. മാത്രമല്ല പല തെരുവ് നായകൾക്കും ഭക്ഷണങ്ങൾ വീട്ടുകാർ കൊടുക്കുന്നതായി നമ്മുടെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട്. ഇതെല്ലാം ചെയ്യുന്നത് ശരിയല്ലല്ലോ. അതല്ലാതെ പഞ്ചായത്തിന്റെ ഭാഗത്തു നിന്ന് വേണ്ട നടപടികൾ എടുത്തു കഴിഞ്ഞു. അവ കൂടുതൽ ശക്തമാക്കുന്നതായിരിക്കും. നന്ദി, നമസ്കാരം. എല്ലാവർക്കും നമസ്കാരം. ആദ്യമായി ശ്രീ ജോസഫ് തോമസ് കൃഷിയെപ്പറ്റി ഉന്നയിച്ച വിഷയമാണ്. അത് വളരെയധികം ഒരു പ്രാധാന്യമുള്ള വിഷയമാണ്. UK നിന്ന് വന്ന് കൃഷിയിലേക്ക് തിരിഞ്ഞാൽ വളരെയധികം അഭിനന്ദനീയമാണ്. കാട്ടുപന്നി വിളകൾ നശിപ്പിക്കുന്നത് മൂലം അതുകൊണ്ട് കഷ്ടത അനുഭവിക്കുകയും അതിൽ നിന്ന് ആദായം ലഭിക്കാതെ പല കർഷകർ സ്വന്തം കൃഷി നിർത്തിപ്പോയ അവസരം നമ്മുടെ പഞ്ചായത്തിൽ ഉണ്ടായിട്ടുണ്ട്. എന്നാൽ ഈ പ്രശ്നത്തിന് പൂർണ്ണമായി പരിഹാരം കാണാൻ ഈ ബജറ്റിൽ ഫണ്ടില്ല. അതുകൊണ്ട് തന്നെ അടുത്ത സാമ്പത്തിക വർഷം സാമ്പത്തികമായി പിന്നോട്ട് നിൽക്കുന്ന പല കർഷകരുടെ കൃഷിഭൂമിക്ക് നമ്മൾ സംരക്ഷണം ഏർപ്പെടുത്തുന്നതാണ്. സാർ, അപ്പോൾ ഇപ്പോൾ ഉള്ള കാട്ടുപന്നി ശല്യമോ പൊതുജനം ജീവിക്കേണ്ട എന്നാണോ? അങ്ങനല്ല സുഹൃത്തെ ഞാൻ ഉദ്ദേശിച്ചത്. നമ്മൾ ഈ പ്രശ്നം ഉടനെ തന്നെ വനം വകുപ്പ് അധികൃതരെ അറിയിച്ച് ഒരു തീരുമാനത്തിലെത്തുന്നതാണ്. ശരി. രണ്ടാമതായി ശ്രീ ശോഭിമൻ ഉന്നയിച്ച റോഡിന്റെ വിഷയമാണ്. അതും വളരെയധികം പ്രാധാന്യമുള്ളൊരു വിഷയം തന്നെയാണ്. പക്ഷേ ഈ വർഷം അതിലും പ്രധാനപ്പെട്ട അല്ലെങ്കിൽ പൊട്ടിപ്പൊളിഞ്ഞെടുക്കുന്ന കുരിശുമുടന്ന റോഡിന് നമ്മൾ ഫണ്ട് അനുവദിച്ചു. അതുകൊണ്ട് ഈ റോഡ് പണിയാനുള്ള ഫണ്ട് താൽക്കാലികമായി നമ്മുടെ കയ്യിലില്ല. അപ്പോൾ ഞങ്ങൾ കുഴിക്കൂടെ നടക്കണമെന്നാണോ സാർ പറയുന്നത്? അങ്ങനെയല്ല സുഹൃത്തെ, ഒരു വാർഡിന് ഒരു റോഡ് പണിയാനുള്ള ഫണ്ടേ ലഭിക്കാറുള്ളൂ. അതുകൊണ്ട് തന്നെ ഇനി സംസ്ഥാന ഗവൺമെന്റ് ഭാഗത്തു നിന്ന് പ്രത്യേക സ്പെഷ്യൽ ഫണ്ട് വരികയാണെങ്കിൽ തീർച്ചയായും നമ്മൾ ഈ റോഡിന്റെ കാര്യം പരിഗണിക്കുന്നതാണ്. വേഗം ചെയ്യണേ സാർ. തീർച്ചയായും. നന്ദി. എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ പ്രിയപ്പെട്ട ആശാവർക്കറായ ശ്രീമതി ശാലിനി ദാസ് ഇവിടെ ഉന്നയിച്ച പ്രശ്നം വളരെ ഗൗരവമുള്ളത് തന്നെയാണ്. ഗർഭിണികളുടെ സർവേ നടക്കുന്നുണ്ട് പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ഈ കഴിഞ്ഞ 2 മാസമായി ഒരു തടസ്സം വന്നെന്ന് പറഞ്ഞു. അതോടൊപ്പം തന്നെ ഇവർക്ക് ലഭിക്കാനുള്ള പോഷകാഹാരങ്ങളും മരുന്നുകളും ഒന്നും തന്നെ ലഭിച്ചിട്ടില്ല എന്നും പറഞ്ഞിരുന്നു.
അതിനെതിരെ നമ്മൾ ആരോഗ്യ വകുപ്പിന് കത്തുകൾ അയച്ചിരുന്നു. നമുക്ക് മരുന്നുകൾ ലഭിച്ചിട്ടുമുണ്ട്. അത് ഉടൻ തന്നെ നമ്മൾ ആശാ വർക്കർമാർക്ക് അത് കൈമാറുന്നതായിരിക്കും. പിന്നീട് ഉന്നയിച്ച പ്രശ്നം കൊതുക് ശല്യത്തിനെ പറ്റിയായിരുന്നു. വീടുകളിലെയും തൊട്ടടുത്ത പരിസരങ്ങളിലെ കൊതുക് ശല്യം ഭയങ്കരമാണെന്ന് പറഞ്ഞിരുന്നു. അതിനെതിരെ നമ്മൾ ഓടകൾ വൃത്തിയാക്കുന്ന കാര്യവും പുല്ല് വെട്ടുന്ന കാര്യവും തൊഴിലുറപ്പ് അംഗങ്ങളോട് പറയുന്നതായിരിക്കും. നന്ദി. എല്ലാവർക്കും നമസ്കാരം. ശ്രീ ജോബ് കുര്യൻ ഉന്നയിച്ച കുടിവെള്ള പ്രശ്നം. വേനൽക്കാലമാകുമ്പോൾ കിണറുകൾ വറ്റുന്നതുകൊണ്ടാണ് പഞ്ചായത്ത് ജലജീവൻ പദ്ധതി നടപ്പിലാക്കുന്നത്. വാട്ടർ കണക്ഷൻ എടുക്കാൻ ആളുകളോട് പറഞ്ഞിട്ടുമുണ്ട്. എന്നാൽ ഈ സേവനം സൗജന്യമാണെന്നാണ് ആളുകൾ വിചാരിച്ചിരിക്കുന്നത്. എല്ലാ മാസവും വെള്ളം ലഭിക്കുന്നതിന് ഒരു നിശ്ചിത തുക അടയ്ക്കേണ്ടതാണ്. അത് അടയ്ക്കാൻ ആളുകൾ വിസമ്മതിക്കുന്നത് ഒരു കാരണമാണ്. നേരത്തെ ആയിരുന്നെങ്കിൽ വേനൽക്കാലത്ത് പഞ്ചായത്ത് ലോറികളിൽ ടാങ്ക് വെച്ച് വെള്ളം നിർത്തി സേവനം നടത്തിയിട്ടുണ്ടായിരുന്നു. എല്ലായിടത്തും വെള്ളം ലഭിക്കുന്നതിന് വെള്ളം എടുക്കാത്തവർ രജിസ്റ്റർ ചെയ്താൽ പുതിയ പൈപ്പ് ലൈനുകൾ സ്ഥാപിച്ച് ഈ പ്രശ്നം പരിഹരിക്കാവുന്നതാണ്. സാർ, പദ്ധതി ഉണ്ടായിട്ട് കാര്യമില്ല. കിണറ്റിലെ വെള്ളം വറ്റുന്നതിന് മുമ്പ് പൈപ്പിലെ വെള്ളമാണ് വറ്റുന്നത്. ഫാൻ ഞങ്ങളുടെ വീട്ടിലുമുണ്ട്. കാറ്റ് കൊള്ളാൻ പൈപ്പിന്റെ ചോട്ടിൽ പോയിരിക്കേണ്ട ആവശ്യമില്ല. സുഹൃത്തെ, അതാണ് പറഞ്ഞത്. പൈപ്പ് ലൈനിൽ ഒരു ചോർച്ച സംഭവിച്ചതാണ്. നമ്മളത് പരിഹരിക്കുന്നതായിരിക്കും എത്രയും പെട്ടെന്ന്. അടുത്തത് നമ്മുടെ വാർഡിലെ ഗോപിനാഥൻ എന്ന ക്യാൻസർ രോഗിയുടെ വീട്ടിലെ ആദ്യം പറഞ്ഞല്ലോ. അത് കേട്ടപ്പോൾ വളരെയധികം പരിതാപകരമാണെന്ന് തോന്നി. ഇതേ വിഷയം നമ്മുടെ പഞ്ചായത്തിൽ മുമ്പ് ചർച്ച ചെയ്തിട്ടുണ്ട്. വ്യക്തിപരമായ അപേക്ഷ ലഭിച്ചിട്ടുമുണ്ട്. മുൻ വർഷത്തെ ലൈഫ് ഭവന പദ്ധതിയിൽ അദ്ദേഹത്തെ ഉൾപ്പെടുത്താത്തതിൻ്റെ കാരണം അന്വേഷിക്കുകയും അദ്ദേഹത്തിന് കിട്ടേണ്ട അടിയന്തര സഹായങ്ങൾ നൽകുന്നതാണ്. കൂടാതെ അടുത്ത വർഷത്തെ ലൈഫ് ഭവന പദ്ധതിയിൽ ആദ്യത്തെ വീട് ശ്രീ ഗോപിനാഥ് നൽകുന്നതിന് പഞ്ചായത്തിൻ്റെ കൂട്ടായ പരിശ്രമം ഉണ്ടായിരിക്കുന്നതാണ്. നന്ദി. ശ്രീ അജയ്കുമാർ സാർ ഉന്നയിച്ച ആവശ്യം വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം തന്നെയാണ്. അതിനുവേണ്ടി ഈ വർഷത്തെ ബഡ്ജറ്റിൽ നിന്നും ഒരു തുക അനുവദിക്കുന്നുണ്ട്. പഞ്ചായത്ത് ഉദ്ദേശിക്കുന്നത് ഓരോ വാർഡിലും 3-4 സാംസ്കാരിക നിലയങ്ങളും അതോടൊപ്പം തന്നെ പ്ലേ ഗ്രൗണ്ടുകളും നിർമ്മിക്കുവാനാണ്. അങ്ങനെയാകുമ്പോൾ വൈകുന്നേര സമയങ്ങളിൽ യുവാക്കളും പ്രായമായവരും സാംസ്കാരിക കേന്ദ്രങ്ങളിലും പ്ലേ ഗ്രൗണ്ടുകളിലുമൊക്കെ സമയം ചെലവഴിക്കുകയും മറ്റ് അസാൻമാർഗിക പ്രവർത്തനങ്ങളിൽ നിന്ന് ഒരു പരിധിവരെ അവരെ മാറ്റി നിർത്തുവാനും നമുക്ക് സാധിക്കും. മാഡം, എൻ്റെ വീടിൻ്റെ അടുത്തായിട്ട്, അതായത് ഈ കല്ലുമൂട് പ്രദേശമില്ലേ, അവിടെ ഒരു സാംസ്കാരിക നിലയം പൂട്ടിക്കിടപ്പുണ്ട്. ഇത് ഞാൻ കഴിഞ്ഞ മീറ്റിങ്ങിലും ഉന്നയിച്ച ഒരു പ്രശ്നമാണ്. ഇതുവരെ അത് തുറന്നു പ്രവർത്തിച്ചതായി കണ്ടില്ല. അദ്ദേഹം പറഞ്ഞതുപോലെ പ്രവർത്തനരഹിതമായി കിടക്കുന്ന സാംസ്കാരിക കേന്ദ്രങ്ങൾ പഞ്ചായത്ത് ഏറ്റെടുത്ത് നടത്തുവാൻ ശ്രമിക്കുന്നതാണ്. ഇതിന്റെ പ്രവർത്തനം സുഗമമായി നടത്തുന്നതിന് വേണ്ടി ഗ്രാമസഭയിലെ എല്ലാ മെമ്പേഴ്സിന്റെ സഹകരണം ഞാൻ ഈ അവസരത്തിൽ പ്രതീക്ഷിക്കുന്നു. നന്ദി. എല്ലാവർക്കും നമസ്കാരം. ശ്രീ ദിനേശൻ സാർ ഉന്നയിച്ച വിഷമുള്ള പച്ചക്കറിയുടെ കാര്യം ഈ നമ്മളെ സംബന്ധിച്ചോളം വളരെ പ്രാധാന്യമുള്ളൊരു കാര്യമാണ്. ഇതിന് പരിഹാരമായി നമ്മൾ എല്ലാ വീടുകളിലും അടുക്കളത്തോട്ടം നിർമ്മിക്കാനും അവിടെ വിത്തും വളവും സൗജന്യമായി നൽകാനും നമ്മൾ തീരുമാനിച്ചിട്ടുണ്ട്. പിന്നീട് തരിശായി കിടക്കുന്ന ഭൂമി പഞ്ചായത്ത് ഏറ്റെടുത്ത് അവിടെ കൃഷി നടത്താനും നമ്മൾ തീരുമാനിച്ചിട്ടുണ്ട്. അതാത് ഫാമിലി ഉപയോഗിച്ചതിന് ശേഷം ബാക്കി വരുന്ന പച്ചക്കറി പൊതുവിപണിയിൽ നൽകുവാനും പഞ്ചായത്ത് ഏറ്റെടുത്തിട്ടുണ്ട്. നന്ദി. സാർ, ശ്രീ ദിനേശൻ സാർ ഉന്നയിച്ച കാര്യം വളരെ ശരിയാണ്. പച്ചക്കറികൾ ഫ്രിഡ്ജിൽ വെക്കാതെ തന്നെ മാസങ്ങളോളം കേടായിരിക്കുന്നു. വിഷം ചേർക്കുന്നുണ്ടെങ്കിൽ ഇത് തന്നെ ഒരു തെളിവല്ലേ? തമിഴ്നാട്ടിലെ ഒരു കൃഷിക്കാരനെ കേരളത്തിലെ ഒരു മീഡിയ ഇന്റർവ്യൂ ചെയ്തപ്പോൾ അയാൾ സത്യം പറഞ്ഞു. ആ വീഡിയോ വൈറലായതുമാണ്. സുഹൃത്തെ, നമ്മളിതെല്ലാം പെട്ടെന്ന് തന്നെ പരിഹരിക്കുന്നതാണ്. നന്ദി. നമസ്കാരം. മാലിന്യം വലിച്ചെറിയുന്നതിനെ സംബന്ധിച്ച് നമ്മുടെ ചർച്ചയിൽ ഉന്നയിച്ച വിഷയം വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്.
ഹരിതകർമ്മസേനയുടെ പ്രവർത്തനം വളരെ കാര്യക്ഷമമായി തന്നെ നമ്മുടെ പഞ്ചായത്തിൽ നടക്കുന്നുണ്ട്. എന്നിരുന്നാലും ഇവർ ചെല്ലുമ്പോൾ ചിലർ മാലിന്യം വേർതിരിക്കാറില്ല, ചിലർ വീടുകളിൽ ഉണ്ടാവാറില്ല. മറ്റു ചിലരോ 50 രൂപ തരണമെന്ന പേരിൽ പ്ലാസ്റ്റിക്കുകൾ അവരെ ഏൽപ്പിക്കാറില്ല. പിന്നെ ഭക്ഷണാവശിഷ്ടങ്ങൾ എടുക്കുന്ന പദ്ധതിയൊന്നും പഞ്ചായത്തിലില്ല. അപ്പോൾ ആളുകൾ പേപ്പർ, പ്ലാസ്റ്റിക്, ഫുഡ് വേസ്റ്റ് എന്നിവ വേർതിരിക്കുകയും പച്ചക്കറി വേസ്റ്റ്, ഭക്ഷണാവശിഷ്ടം എന്നിവ കമ്പോസ്റ്റ് ചെയ്യുകയും ചെയ്താൽ വളരെ ഉപയോഗകരമായിരിക്കും. അതിനുള്ള കണ്ടെയ്നറുകൾ ഇപ്പോൾ നമ്മുടെ മാർക്കറ്റിൽ ലഭ്യമാണ്. പിന്നെ ഇതിനെതിരെ എന്ത് ചെയ്യാമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഈ ഹരിതകർമ്മസേനയുടെ സേവനം സ്വീകരിക്കാത്തവരുടെ എതിരെ ഒരു ലിസ്റ്റ് തയ്യാറാക്കി ഒരു ഫൈൻ ഈടാക്കാവുന്നതാണ്. പിന്നെ മാലിന്യം വലിച്ചെറിയരുത് എന്ന് ബോർഡ് സ്ഥാപിക്കാം. രാത്രികാലങ്ങളിൽ മാലിന്യം വലിച്ചെറിയാനായി വാഹനങ്ങളിൽ സഞ്ചരിക്കുന്നവരോട് എനിക്ക് ഒന്നേ പറയാനുള്ളൂ, വീട് പോലെ തന്നെ നമുക്ക് നമ്മുടെ നാടും പ്രധാനമാണ്. അപ്പം അതിനാൽ നമുക്ക് ഏവർക്കും ഒരുമിച്ച് നിന്ന് നമ്മുടെ നാടിൻ്റെ ശുചിത്വം കാത്തു സൂക്ഷിക്കാവുന്നതാണ്. നന്ദി. ചോദ്യോത്തരവേളകൾ സമാപിച്ചതിനാൽ നമുക്ക് ഈ മീറ്റിങ്ങിൻ്റെ റിപ്പോർട്ട് വായിക്കുന്നതിനായി ബഹുമാനപ്പെട്ട കോർഡിനേറ്റർ ശ്രീമതി ലയാ സുരേന്ദ്രനെ ഞാൻ ഈ വേദിയിലേക്ക് ക്ഷണിക്കുന്നു. മാനസദസ്സിന് നമസ്കാരം. തൃപ്പരുന്തുറ പഞ്ചായത്തിലെ 10ാം വാർഡിലെ ഗ്രാമസഭയിലെ ചർച്ച ചെയ്ത പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് താഴെ പറയുന്നവയാണ്. ഒന്നാമതായി ചർച്ച ചെയ്ത കാര്യം കൃഷ്ണൻകുട്ടി സാർ ഉന്നയിച്ച പ്ലേ ഗ്രൗണ്ടിൻ്റെ വിഷയവും ആണ്. പ്ലേ ഗ്രൗണ്ട് വിഷയം ഉടൻ തന്നെ നടപ്പിലാക്കാനുള്ള തീരുമാനം പഞ്ചായത്ത് എടുക്കുന്നതാണ്. അടുത്തതായി ഗ്രാമസഭയുടെ പരിഗണനയിലേക്ക് വന്ന മുഖ്യമായ വിഷയം കൃഷിയിടം കാട്ടുപന്നി നശിപ്പിക്കുന്നു എന്നതിനെ പറ്റിയായിരുന്നു. ഈ കാര്യത്തിൽ ഫണ്ടിന്റെ കുറവുള്ളത് കൊണ്ട് എത്രയും വേഗം ഫണ്ട് വരുന്നതനുസരിച്ച് വന്യമൃഗങ്ങളെ തടയാനും ഫെൻസിങ് ഇടാനുള്ള തീരുമാനം എടുക്കുന്നതാണ്. ശേഷം സഭയിൽ ഉന്നയിച്ചു വന്ന വിഷയം റോഡിന്റെ ശോചനീയാവസ്ഥയാണ്. അതോടൊപ്പം തന്നെ വഴിവിളക്കിന്റെ പ്രശ്നം ഉടൻ തന്നെ പരിഹരിക്കുന്നതാണ്. റോഡിന്റെ കാര്യം അടുത്ത സാമ്പത്തിക വർഷത്തിലേക്ക് മാറ്റിവെക്കുന്നതും, കാരണം ഈ വർഷത്തേക്ക് അത് നടപ്പിലാക്കാൻ സാധിക്കുന്നതല്ല. അടുത്ത വിഷയം അജയ്കുമാർ PS പറഞ്ഞ നാൽക്കവലയിലെ ലഹരി ഉപയോഗത്തെ പറ്റിയായിരുന്നു. അതിൻ്റെ പരിഹാരം എന്നുള്ള നിലയിൽ കൂടുതൽ സാംസ്കാരിക കേന്ദ്രങ്ങൾ നിർമ്മിക്കാനും നാം തീരുമാനിക്കുന്നതാണ്. അടുത്തതായി ഉന്നയിച്ചെന്ന പ്രധാന വിഷയം പച്ചക്കറിയിലെ വിഷസാന്നിധ്യമാണ്. അതിനൊരു പരിഹാരമായി കുടുംബശ്രീ തയ്യാറാക്കുന്ന പച്ചക്കറികൾ മാർക്കറ്റിൽ എത്തിക്കാനും തീരുമാനിച്ചിട്ടുണ്ട്. പിന്നെ ആരോഗ്യ പ്രശ്നമായ കൊതുകിൻ്റെ പ്രശ്നം, അതിനുവേണ്ടി ഓടകൾ വൃത്തിയാക്കാനും പുല്ലുകൾ വെട്ടാനും ഉള്ള തീരുമാനം എടുക്കുന്നതാണ്. അടുത്തതായി ഉന്നയിച്ച വിഷയം ഗർഭിണികൾക്ക് പോഷകാഹാരങ്ങളും മരുന്നുകളും ലഭിക്കുന്നില്ല എന്നതിനെ പറ്റിയായിരുന്നു. അതിനൊരു പരിഹാരമായി ഉടൻ തന്നെ ആരോഗ്യ വകുപ്പ് കണ്ടെത്തി അതിനൊരു പരിഹാരം തീരുമാനിക്കുന്നതാണ്. ശേഷം ഉന്നയിച്ച പ്രശ്നം മാലിന്യ നിക്ഷേപണത്തെ പറ്റിയായിരുന്നു. അതിന് പരിഹാരമായി ഹരിതകർമ്മസേനയുടെ സേവനം സ്വീകരിക്കാത്തവർക്ക് ഫൈൻ ഈടാക്കാനും ബോർഡുകൾ സ്ഥാപിക്കാനും ചെയ്യുന്നതായിരിക്കും. നന്ദി, നമസ്കാരം. അടുത്തതായി നന്ദി പ്രസംഗം നടത്തുന്നതിനായി ഞാൻ ബഹുമാനപ്പെട്ട പഞ്ചായത്ത് സെക്രട്ടറി ശ്രീ ബിജു കുര്യനെ ഈ വേദിയിലേക്ക് ക്ഷണിച്ചുകൊള്ളുന്നു. എല്ലാവർക്കും നമസ്കാരം. അങ്ങനെ തൃപ്പരുന്തുറ ഗ്രാമപഞ്ചായത്തിലെ 10ാം വാർഡിലെ ഗ്രാമസഭ വളരെ ഫലപ്രദമായി കഴിഞ്ഞിരിക്കുകയാണ്. പല വിഷയങ്ങൾ ചർച്ച ചെയ്യാനും എടുക്കാൻ സാധിക്കുന്ന പല തീരുമാനങ്ങളെപ്പറ്റി സംസാരിക്കാൻ നമുക്കിവിടെ സാധിച്ചു. ഗവൺമെൻറ്റിൻ്റെ താഴേക്കിടയായ, അതായത് ഈ ഗ്രാമസഭയിൽ പങ്കെടുത്ത ഏവർക്കും നന്ദി അർപ്പിക്കുക എന്നതാണ് ഇന്നത്തെ എൻ്റെ കർത്തവ്യം. ആയതിനാൽ ആദ്യമായി നമ്മുടെ പ്രിയങ്കരായ പ്രസിഡന്റ് ആനി മാത്യു മാഡത്തിനാണ് നന്ദി അർപ്പിക്കുന്നത്. മാഡം ഗ്രാമങ്ങളുടെ വികസനത്തിനായി ചെയ്യുന്ന പ്രവർത്തനങ്ങൾ നമുക്ക് ഏവർക്കും അറിയാവുന്നതാണ്. ആയതിനാൽ ആനി മാത്യു മാഡത്തിനും ഇവിടെ കൂടിയിരിക്കുന്ന ഏവരെയും പേരിൽ ഞാൻ ഈ അവസരത്തിൽ നന്ദി രേഖപ്പെടുത്തുന്നു. ശേഷം നന്ദി അർപ്പിക്കുന്നത് നമ്മുടെ വാർഡ് മെമ്പർ നീലമ മാഡത്തിനാണ്. ഈ ഗ്രാമത്തിൽ ഏത് പ്രവർത്തനം ഉണ്ടെങ്കിലും അദ്ദേഹം വഹിക്കുന്ന കാര്യങ്ങൾ നമുക്കറിയാവുന്നതാണ്. ആയതിനാൽ നീലമ മാഡത്തിനും ഇവിടെ കൂടിയിരിക്കുന്ന ഏവരെയും പേരിൽ ഞാൻ ഈ അവസരത്തിൽ നന്ദി രേഖപ്പെടുത്തുന്നു. ശേഷം നന്ദി അർപ്പിക്കുന്നത് നമ്മുടെ പ്രിയങ്കരനായ വൈസ് പ്രസിഡന്റ് സന്തോഷ് സാറിനാണ്. സാർ ഈ ഗ്രാമത്തിൽ ഏതൊരു പ്രവർത്തനത്തിനും പിന്നിൽ ഓടിയെത്തുകയും എല്ലാവർക്കും വേണ്ടവിധ സഹായങ്ങൾ നൽകുന്നതാണ്. ആയതിനാൽ സന്തോഷ് സാറിന് ഇവിടെ കൂടിയിരിക്കുന്ന ഏവരുടെയും പേരിൽ ഞാൻ ഈ അവസരത്തിൽ നന്ദി രേഖപ്പെടുത്തുന്നു.
ശേഷം സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺമാർക്കാണ് നന്ദി അർപ്പിക്കുന്നത്. ആദ്യമായി വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സണായ ശരണ്യ മാഡത്തിന് ഇവിടെ കൂടിയിരിക്കുന്ന ഏവരെയും പേരിൽ ഞാൻ ഈ അവസരത്തിൽ നന്ദി രേഖപ്പെടുത്തുന്നു. അടുത്തായി ആരോഗ്യകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സണായ നിത്യ മാഡത്തിന് ഇവിടെ കൂടിയിരിക്കുന്ന ഏവരെയും പേരിൽ ഞാൻ ഈ അവസരത്തിൽ നന്ദി അറിയിക്കുന്നു. അടുത്തതായി ധനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സണായ സെയ് സാറിനും ഇവിടെ കൂടിയിരിക്കുന്ന ഏവരെയും പേരിൽ ഞാൻ ഈ അവസരത്തിൽ നന്ദി രേഖപ്പെടുത്തുന്നു. ശേഷം ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സണായ നമ്മുടെ പ്രിയങ്കരൻ അരുൺ സാറിനാണ് ഞാൻ നന്ദി അർപ്പിക്കുന്നത്. സാറിന് ഇവിടെ കൂടിയിരിക്കുന്ന ഏവരെയും പേരിൽ ഞാൻ ഈ അവസരത്തിൽ നന്ദി രേഖപ്പെടുത്തുന്നു. അടുത്തതായി ഇവിടെ മിനിറ്റ്സ് തയ്യാറാക്കാനായി എത്തിയ ലയ സുരേന്ദ്രൻ മാഡത്തിനാണ് ഞാൻ നന്ദി അർപ്പിക്കുന്നത്. മാഡത്തിന് ഇവിടെ കൂടിയിരിക്കുന്ന ഏവരെയും പേരിൽ ഞാൻ ഈ അവസരത്തിൽ നന്ദി രേഖപ്പെടുത്തുന്നു. ശേഷം CDS മെമ്പേഴ്സായ സാറ മാഡവും DC മാഡത്തിനും ഇവിടെ കൂടിയിരിക്കുന്ന ഏവരെയും പേരിൽ ഞാൻ ഈ അവസരത്തിൽ നന്ദി രേഖപ്പെടുത്തുന്നു. മാത്രമല്ല ഡേറ്റ ഹാൻഡ്ലിംഗ് ഡേറ്റ നടത്തുന്നതിനും എൻ്റർ ചെയ്യുന്നതിനുമായി എത്തിയ മുകുലൻ സാറിന് ഇവിടെ കൂടിയിരിക്കുന്ന ഏവരെയും പേരിൽ ഞാൻ ഈ അവസരത്തിൽ നന്ദി രേഖപ്പെടുത്തുന്നു. മാത്രമല്ല ഇവിടെ ഈ പരിപാടിക്ക് സപ്പോർട്ട് ചെയ്യാനായി എത്തിയ പ്രസ് റെപ്രസെൻറ്റേറ്റീവ്സിന് ഞാൻ ഈ അവസരത്തിൽ നന്ദി രേഖപ്പെടുത്തുന്നു. മാത്രമല്ല ഈ ഗ്രാമസഭ വൻ വിജയമാക്കുവാനായി പ്രയത്നിച്ച ഏവർക്കും ഇവിടുത്തെ ഗ്രാമസഭാവാസികൾക്കും ഞാൻ ഈ അവസരത്തിൽ നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. നന്ദി സാർ. നമ്മുടെ കൃതജ്ഞത അവസാനിച്ചതോടെ ഈ തൃപ്പരന്തര ഗ്രാമപഞ്ചായത്തിലെ 10ാം വാർഡിലെ ഗ്രാമസഭ ഇന്നിവിടെ അവസാനിക്കുകയാണ്. ഇവിടെ എത്തിച്ചേർന്ന എല്ലാ വിശിഷ്ട വ്യക്തികൾക്കും ഞാൻ നന്ദി അർപ്പിച്ചുകൊള്ളുന്നു. ഒരിക്കൽ കൂടി ഈ ഗ്രാമസഭ അവസാനിച്ചതായി ഞാൻ പ്രഖ്യാപിക്കുന്നു. നന്ദി, നമസ്കാരം.